ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കാണിക്കുന്നത് 2021 ബെസ്റ്റ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ് ആണ്. അതായത് ഭയങ്കര ദുരന്തം എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് വർക്കായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് ഇഷ്ടമായില്ല. നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കത് വർക്കൗട്ടായി, അല്ലെങ്കിൽ ഞാനത് വീണ്ടും വീണ്ടും വാങ്ങിക്കും എന്ന് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ പലർക്കും പല കൺസെപ്റ്റും പല സ്കിൻ ടൈപ്പും ഒക്കെയാണ്. അതുകൊണ്ട് പ്രോഡക്റ്റ് നല്ലതും മോശവും ഒക്കെ ആപേക്ഷികമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാം. ബെസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാൻ സെയിം പ്രോഡക്റ്റ് വീണ്ടും വാങ്ങിക്കണം എന്നുള്ളത് മാത്രമാണ്. ചില പ്രോഡക്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടാവും, പക്ഷെ ഞാൻ വേറെയും ട്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഇത് തന്നെ വേണമെന്നില്ല, വേറെ ആയാലും ട്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷേ സെയിം പ്രോഡക്റ്റിന് ട്രൈ ചെയ്യുന്നുള്ളതില്ലേ, അതാണ് കാണിക്കുന്നത് കേട്ടോ ബെസ്റ്റിൽ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പോകാം. ഫസ്റ്റ് ഗുഡ് വൈബ്സിന്റെ അലോ കുക്കുംബർ ഡീറ്റോക്സ് ഫേസ് മാസ്ക് ആണ്. ഇത് അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന്. ഇതൊരു ക്ലേ മാസ്ക് പോലെയാണ്. നന്നായിട്ട് ഡീറ്റോക്സ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നതാണ് അർത്ഥം. പ്രത്യേകിച്ച് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ആക്നെ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ പാടുകളൊക്കെ പതുക്കെ ഒന്ന് മാറ്റാനൊക്കെ ഇത് നല്ല ഹെൽപ്ഫുൾ ആണ്. ആക്നെ ഓയിലി പ്രോൺ സ്കിന്നൊക്കെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഞാൻ കുറെ പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതായിട്ട്. ഞാൻ ഇതിനെപ്പറ്റി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ചെയ്യുന്നതേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എനിക്ക് അത് ഇഷ്ടമൊന്നും മനസ്സിലാവണല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഗുഡ് വൈബ്സിന്റെ 2 ലിപ്സ്റ്റിക് ആണ്. ഇത് ഗുഡ് വൈബ്സിന്റെ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഒന്നിന്റെ ഷെയ്ഡ് ബ്രിക്ക് ന്യൂഡും ഒന്നിന്റെ ഷെയ്ഡ് പിങ്ക് ഫെദറും ആണ്. അപ്പം ഞാൻ ഇതാണ് ആദ്യം വാങ്ങിച്ചത്, അതിനുശേഷമാണ് ഇത് വാങ്ങിച്ചത്. ഇതാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിത് ഇഷ്ടമായി, ഇതിന്റെ കൺസിസ്റ്റൻസി ആയാലും പെർഫോമൻസ് ആയാലും ഇഷ്ടമായി. ഇത് നമ്മുടെ ലാക്മേ 95 ലിപ്പ് ആൻഡ് ചീക്ക് ക്രീം ഇല്ലേ, അതിന്റെ സെയിം ടെക്സ്ചർ ആണ്. ഏകദേശം 95 above% നമുക്ക് കൺസിഡർ ചെയ്യാം, 100 കൺസിഡർ ചെയ്യണമെന്നില്ലെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു ലിപ്സ്റ്റിക് ആണ്. അതിന്റെ കൂടാതെ തന്നെ അത് അത്രയും ലാസ്റ്റ് ചെയ്യത്തില്ല, അതിനേക്കാളും പക്ഷേ ഇത് ലാസ്റ്റും ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ വീണ്ടും വേറെ ഷെയ്ഡ് കൂടെ വാങ്ങിച്ചതാണ്. ആ ഷെയ്ഡാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതൊരു പിങ്ക് ടിൻ്റാണ് വരുന്നത്. ഇത് ഇപ്പോൾ ഈ കാണുന്ന ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീണ്ടും വാങ്ങിച്ചത് മനസ്സിലായി കാണുമല്ലോ. 500 വരുന്ന ലോങ് ലാസ്റ്റിംഗ് കംഫർട്ടബിൾ ലിപ്സ്റ്റിക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. കാരണം എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ്. ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്ക് കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ഒന്നുമല്ല, പക്ഷേ എൻ്റെ ലിപ്സ് ഡ്രൈ ആയതുകൊണ്ട് എനിക്ക് എല്ലാ ടൈപ്പും ഇഷ്ടമാവത്തില്ല. അതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടമായത്. അല്ലാണ്ട് ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്ക് വേറെയുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തൊരു മേക്കപ്പ് റിമൂവറാണിത്. ഞാൻ ഇതുവരെ മേക്കപ്പ് റിമൂവർ വൈപ്സ് ട്രൈ ചെയ്തിട്ടില്ല. മേക്കപ്പ് റിമൂവർ അല്ല, മേക്കപ്പ് റിമൂവർ വൈപ്സ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടം. നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്, മീൻസ് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഭയങ്കര മാറ്റാൻ പാടുള്ള വാട്ടർ പ്രൂഫ് അങ്ങനെയുള്ളതല്ലേ, അതുവരെ മാറ്റാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. എനിക്ക് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ മേക്കപ്പ് വൈപ്സ് യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു, പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടൊന്നും പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. വീണ്ടും വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കാരണം മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ഇത്തിരി ഈസിയാണ് വൈപ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ലാഷ് ഗ്ലൂ. ഈ ലാഷ് ഗ്ലൂ അഫോർഡബിൾ റേഞ്ചിൽ നല്ലൊരു ലാഷ് ഗ്ലൂ ഇതാണ്. ഞാൻ വേറെയൊക്കെ ട്രൈ ചെയ്തിട്ടും എനിക്ക് അഫോർഡബിൾ റേഞ്ചിൽ ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല. വില കുറഞ്ഞത് 99 രൂപ 100 രൂപ ആ റേഞ്ചിലൊക്കെ ഉള്ളതുണ്ട് വേറെയും. പക്ഷെ അതൊന്നും എനിക്ക് അറിയുന്ന ബ്രാൻഡ്സ് അല്ല, മീൻസ് അറിയാത്ത ബ്രാൻഡ്സ് ആണ്. പക്ഷെ അറിയുന്ന ബ്രാൻഡ്സിൽ ഒരു വില കുറഞ്ഞ നല്ലൊരു ക്വാളിറ്റി നന്നായിട്ട് ഹോൾഡ് ചെയ്ത് ലാഷിനെ വയ്ക്കുന്ന ഒരു ഫേക്ക് ലാഷ് ഗ്ലൂ ഇതാണ്. ഇത് ഞാൻ ഫേക്ക് ലാഷ് ഗ്ലൂവിനായിട്ടല്ല, അല്ലാണ്ട് മറ്റേ നമ്മൾ സ്റ്റോണൊക്കെ ഒട്ടിക്കത്തില്ല, അതിനൊക്കെ യൂസ് ചെയ്യലുണ്ട്. പൊട്ട് വയ്ക്കാനൊക്കെ യൂസ് ചെയ്യലുണ്ട്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് ഞാൻ വീണ്ടും എന്തായാലും വാങ്ങിക്കും. ഞാൻ ഓൾറെഡി 2 വാങ്ങിച്ചാണ് കേട്ടോ. ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കാല് വയ്യ. അപ്പോൾ മീൻസ് ചമ്പ്രം ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു സുഖമില്ല, കാലിൽ ചെറിയ വേദന വന്നു. അപ്പോൾ ഇത് ഇൻസൈറ്റിൻ്റെ ഐലൈനർ ആണ്. അപ്പോൾ ഈ ഐലൈനറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. കൂടാതെ ഒരു കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷ് ഇല്ല, ഭയങ്കര ഗ്ലോസിൽ ഷൈനി എന്ന് എഴുതിയിട്ടുണ്ട്. ഷൈനി ഐലൈനർ വാട്ടർ പ്രൂഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഷൈനി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഗ്ലോസി ഷിമ്മറി ആ ഒരു എഫക്റ്റ് അല്ല. മാറ്റിൽ നിന്ന് ഒരു പൊടിക്ക് അല്പം ഒന്ന് ഷിമ്മറി ഷൈഡ്, ഒരു ഷൈനി സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഹെൽത്തി ആയിട്ടൊരു ഷൈനി എഫക്റ്റ് ഇല്ല. അതാണ്. കംപ്ലീറ്റ്ലി മാറ്റ് ഇല്ല, ഭയങ്കര തിളക്കോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായിട്ടുണ്ട്. കംപ്ലീറ്റ്ലി മാറ്റ് ഉള്ളവർക്ക് ഇത് ഇഷ്ടമാകത്തില്ല, ഭയങ്കര ഷൈൻ വേണമെന്നുള്ളവർക്ക് ഇത് ഇഷ്ടമാകത്തില്ല. എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ ജെറ്റ് ബ്ലാക്ക് പ്ലസ് ഒരു ചെറിയൊരു ഷൈനി ഇതുള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടമായി. പ്ലസ് വാട്ടർ പ്രൂഫും ആണ്. ഒരു പോയിന്റ് വിട്ടുപോയി, അഫോർഡബിളും ആണ്. ചിലപ്പോൾ ഇതിനേക്കാളും വില കൂടിയത് ഇതേ പ്രോഡക്റ്റുകളൊക്കെ കിട്ടും. ഞാൻ അഫോർഡബിൾ റേഞ്ചും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഇൻസൈറ്റ് ഞാൻ വീണ്ടും വാങ്ങിക്കുമെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഈ ഫൗണ്ടേഷൻ ആണ്, നൈക്ക സ്കിൻ ജീനിയസ് ഫൗണ്ടേഷൻ. ഇതിന്റെ 2 ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതിന്റെ സ്മെൽ ഇഷ്ടമല്ലെന്ന് കുറ്റം പറഞ്ഞു, പക്ഷേ യൂസ് ചെയ്തപ്പോൾ എൻ്റെ ടെക്സ്ചർ ഇഷ്ടമായി. ഞാൻ വീണ്ടും ബോട്ടിലോട്ട് പോയി. എനിക്കിത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി. നല്ല അടിപൊളി ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, എന്തൊക്കെയായാലും പ്രൈസ് ഭയങ്കര 575 രൂപ അങ്ങനെ എന്തോന്ന്. അതിൽ പ്രൈസ് വെച്ച് നോക്കിയാലും പെർഫോമൻസ് വെച്ച് നോക്കിയാലും എനിക്കിത് ഇഷ്ടമായി. നല്ലൊരു സ്കിൻ ലൈക്ക് ഫിനിഷ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടമായത്. എൻ്റെ ഒരു ഓയിലി സ്കിന്നായിട്ട് വരെ നന്നായിട്ട്
ഭയങ്കരമായിട്ടില്ല, ഒരു 5 മണിക്കൂറിനകത്ത് വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. 4 കൺസിഡർ ചെയ്താൽ മതിയാവും. പിന്നെ ഭയങ്കര ഓയിലി ആകുന്ന ഭാഗത്തു നിന്നൊക്കെ 1, 2, 3 മണിക്കൂറൊക്കെ കൺസിഡർ ചെയ്താൽ മതിയാവും മാക്സിമം. പക്ഷേ അല്ലാണ്ട് എനിക്കൊരു സ്കിൻ ലൈക്ക് ഫിനിഷ് തരുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഒത്തിരി നമ്മൾ സ്വെറ്റ് ആവാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഇത് ഇഷ്ടമായി. ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഇല്ലേ, ഒരു ഫിനിഷ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി. നെക്സ്റ്റ് മിനിമലിസ്റ്റിന്റെ റോൾ ഓൺ ആണ്. ഇത് നോൺ പെപ്റ്റൈഡ് എന്നല്ല, നോൺ പെപ്റ്റൈഡ് നൽകിയിട്ടുണ്ട്. പ്ലസ് AHA ഉണ്ട്. അൺറാം റോൾ ഓൺ ആണ് വിത്ത് മാൻഡലിക് ആസിഡ്, സാലിസിലിക് ആസിഡ് ആൻഡ് ലിക്രൈസ് എക്സ്ട്രാക്ട്. ഓർഡർ കൺട്രോൾ ചെയ്യും. അൺറാം ഡാർക്ക്നെസ് ഒക്കെ ഫെയ്ഡ് ആവുമെന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് 399 രൂപയാണ്, 400 രൂപ. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമാകാൻ കാരണം നന്നായിട്ട് ഇതിനൊരു വലിയ സ്മെല്ലൊന്നുമില്ല. ഇതൊരു സാധാരണ വലിയ പ്രത്യേകിച്ച് ഒരു സ്മെല്ലൊന്നും പറയാത്ത, എന്നാൽ ഓർഡർലെസ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ടൈപ്പിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് നന്നായിട്ട് നമ്മുടെ സ്വെറ്റിന്റെ സ്മെല്ല് കൺട്രോൾ ചെയ്യും. ഒരു 7-8 മണിക്കൂറൊക്കെ നമ്മുടെ സ്വെറ്റിന്റെ സ്മെല്ല് അറിയാണ്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഞാൻ ഭയങ്കര സ്വെറ്റ് ചെയ്യുന്ന ആളാണ്, പ്രത്യേകിച്ച് അണ്ടർആം എനിക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റ് ആകും. പക്ഷേ ഇതിൽ എഴുതിയിട്ടുള്ള വേറൊരു കാര്യം ഉണ്ടല്ലോ, ഈ അണ്ടർആം ഡാർക്ക്നെസ് മാറ്റുന്നുള്ളത്, അത് എനിക്കറിയത്തില്ല. കാരണം ഞാൻ അധികം ട്രൈ ചെയ്തിട്ടില്ല. അണ്ടർആം ഡാർക്ക്നെസ് മാറുന്ന ഒരു എഫക്റ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അണ്ടർആം ഡാർക്ക്നെസ് മാറുന്ന ഒരു ലെവൽ വരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. മീൻസ് കണ്ടിന്യൂസ് ഞാൻ 2 ആഴ്ച ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാകാൻ കാരണം ഒത്തിരി ഒരു സ്മെല്ലൊന്നും, ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഇല്ലല്ലോ. എനിക്ക് ഭയങ്കര ഫ്രാഗ്രൻസ് ഒന്നും അങ്ങനെ ആവശ്യമില്ല. മീൻസ് അത്രയും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് സ്ട്രോങ് സ്മെൽ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്മെല്ലൊന്നും തരാതെ, എക്സ്ട്രാ സ്മെല്ലൊന്നും ഇല്ലാതെ നമ്മുടെ അണ്ടർആമിലെ സ്മെല്ല് മാറ്റി തരുന്നതുകൊണ്ട്, മീൻസ് അത് കുറച്ച് ഇല്ലാണ്ടാക്കി വെക്കുന്നുണ്ട്. ഒരു 7-8 മണിക്കൂർ നമുക്ക് കൺട്രോളിൽ വെച്ചേക്കും. അതുകൊണ്ട് എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായി. അത് ഞാൻ വീണ്ടും ട്രൈ ചെയ്യും. നിങ്ങൾക്ക് എസ്പെഷ്യലി ഇങ്ങനെ ഫ്രാഗ്രൻസ് ഒന്നും ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ ഇഷ്ടമാകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമാവണമെന്നില്ല, കാരണം ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. പിന്നെ ഫെയ്ഡ് ആവുന്ന കാര്യം, അണ്ടർആം ഡാർക്ക്നെസ് ഫെയ്ഡ് ആവുന്ന കാര്യം ഞാൻ എന്തെങ്കിലും കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് പറയുമായിരിക്കും, എനിക്കറിയില്ല. പിന്നെ ഡോക്ടർ ഷെത്തിന്റെ ഈ ബോഡി വാഷ്, ഡോക്ടർ ഷെറ്റ് നീം ആൻഡ് സാലിസിലിക് ബോഡി വാഷ്, ഇതിൻ്റെ അകത്ത് നീം എക്സ്ട്രാക്ട് 1% സാലിസിലിക് ആസിഡ്, 2% ലാക്റ്റിക് ആസിഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ബോഡി ആക്നെ മറ്റേ അടിപൊളിയാണ്. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായി. ഇതിന് വേറെ ഗുണങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ക്ലെൻസ് ചെയ്യുന്നതൊക്കെ നോർമൽ നമ്മുടെ എല്ലാ ബോഡി വാഷിലും കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. ഇത് എനിക്ക് ഇഷ്ടമായത് ബോഡി ആക്നെ മാറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വാങ്ങിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഒരു 4 ദിവസമൊക്കെ കൊണ്ടിട്ട് നമ്മുടെ പഴുത്തിരിക്കുന്ന ബോഡി ആക്നെ മാറ്റുക. എനിക്ക് ബോഡി ആക്നെ ചെറുതാണ് വരുന്നത് കേട്ടോ. ഭയങ്കര വലുതുള്ളവർക്ക് അത്രയും ദിവസം കൊണ്ട് മാറുമെന്ന് എനിക്കറിയത്തില്ല. ചെറിയ ബോഡി ആക്നെ വരുമ്പോഴത്തേക്കും അത് മാറാൻ വേണ്ടി നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായി. ഞാൻ വീണ്ടും വാങ്ങിക്കും. നെക്സ്റ്റ് കഴിഞ്ഞ ബോട്ടിലാണ് വോവിൻ്റെ ഒരു ഷാമ്പു ആണ്. വോവിൻ്റെ ആപ്പിൾ സൈഡർ വിനേഗർ ഷാമ്പു ആണ്. ഈ ആപ്പിൾ സൈഡർ വിനേഗർ ഷാമ്പു ആണ് എനിക്ക് ഇഷ്ടമായത്. ഇതിൻ്റെ വേറെ പല വെറൈറ്റിയും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഈ ഒരു കാറ്റഗറി ട്രൈ ചെയ്തിട്ട് എനിക്കിഷ്ടമായി. ഇത് നന്നായിട്ട് നമ്മുടെ ഹെയർ എങ്ങനെയാണ് അങ്ങനെ തന്നെ ഹെൽത്തി ആക്കി വെച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ എങ്ങനെയാണ് അങ്ങനെ തന്നെ വെച്ചിട്ട്, മീൻസ് ഡ്രൈ ആക്കി അങ്ങനെയൊന്നുമില്ല. എനിക്ക് നമ്മുടെ ഹെയർ എങ്ങനെയാണ് അങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം. ഡ്രൈ ആക്കി ഇങ്ങനെ പറത്തി കിടക്കുന്ന അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായി. മനസ്സിലായില്ലേ? ഇതിൽ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടാവും. കാരണം പറന്ന് കിടക്കുന്ന ഇഷ്ടമുള്ളവരാണ്. എനിക്ക് എൻ്റെ ഹെയർ അങ്ങനെ തന്നെ ആ ഒരു ഷൈനി നോർമൽ കണ്ടീഷനിൽ കിടക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായി. ഞാൻ വീണ്ടും ആക്കി ചാൻസ് ഉള്ളത്. കാരണം ഇത് നമ്മുടെ ഹെയറിനെ ഭയങ്കര ഡ്രൈ ആക്കില്ല. ഭയങ്കര ഡ്രൈ ആക്കി പറത്തി കിടക്കുന്ന ഇഷ്ടമുള്ളവർ കാണും. പക്ഷെ അതിനൊരു ദോഷം എന്ന് വെച്ചാൽ ഡ്രൈ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സ്പ്ലിറ്റിങ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഹെൽത്തി അല്ല അതൊരിക്കലും. നമ്മുടെ ഹെയർ ഒരു നോർമൽ ഷൈനി ആയിട്ട് കിടക്കുന്നതാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളത്. മീൻസ് അത് പൊട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. മീൻസ് ഡ്രൈ ആകുമ്പോഴത്തേക്കും പൊട്ടാനുള്ള ചാൻസ് കൊടുത്തില്ലേ. അങ്ങനെ ഡ്രൈ അല്ലാണ്ട് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ബെറ്റർ. അതുകൊണ്ട് എനിക്ക് ഷാമ്പു ഇഷ്ടമായി. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, റീപർച്ചേസ് ആണ്. വലുത് ഇപ്പം വാങ്ങിച്ചാണ്. ചെറുത് ഓൾറെഡി ഞാൻ ട്രൈ ചെയ്തിട്ട് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആക്നെ മാറ്റാൻ സഹായിക്കും, നമ്മുടെ ഈവൻ സ്കിൻ ടോൺ വരുത്താൻ വേണ്ടി സഹായിക്കും, പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി സഹായിക്കും, നമ്മുടെ സ്കിൻ ഒന്ന് യങ് ആക്കാൻ വേണ്ടി സഹായിക്കും. അങ്ങനെ നമ്മുടെ സ്കിന്നിലെ ഏകദേശ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന നല്ലൊരു അലോവേര ജെല്ലാണ്. കംപ്ലീറ്റ്ലി പ്യൂർ ഒന്നുമല്ല, കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കെമിക്കൽസിന്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് തോന്നുന്നത്. ബട്ട് ഇൻഗ്രീഡിയൻസ് ഫുൾ എഴുതിയിട്ടില്ല. അതൊരു നെഗറ്റീവാണ് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് ഇഷ്ടമാണ്. ഞാൻ വീണ്ടും ട്രൈ ചെയ്യുന്നത്. ഞാൻ ഇത് കഴിയുമ്പോൾ വീണ്ടും വാങ്ങിക്കും. കാരണം എനിക്കിപ്പോൾ ഒരുപാട് ഇങ്ങനെ പ്രോഡക്റ്റ് ലോഡ് ചെയ്യാൻ പഠിച്ചിട്ട് ഞാൻ ഇതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫേസ് വാഷ് ചെയ്യുന്നു, ഇത് അപ്ലൈ ചെയ്യുന്നു, ലിപ് ബാം ഇടുന്നു, എൻ്റെ സ്കിൻ കെയർ നൈറ്റിലേക്ക് ഇടുന്നു. പകൽ അത് ഞാൻ യൂസ് ചെയ്തില്ല. നൈറ്റിൽ ഞാൻ കംപ്ലീറ്റ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ റിസൾട്ടും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വീണ്ടും ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. നെക്സ്റ്റ് ഇത് 2ാമത്തെ ബോട്ടിലാണ്. നിങ്ങൾ തീർന്നില്ല എന്ന് വിചാരിക്കേണ്ട. ഒരു ബോട്ടിൽ ഞാൻ ഓൾറെഡി എപ്പോഴോ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ബോട്ടിലല്ല, ട്യൂബ്. ഇത് 2ാമത്തെയാണ്. ഇത് വോവിൻ്റെ അലോവേര ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷ് ആണ്. ഇതിൻ്റെ ഞാൻ വേറെ ഫേസ് വാഷ് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വിറ്റാമിൻ സിയുടെ എന്തോ ഫേസ് വാഷ് ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഇഷ്ടമായി. കാരണം നന്നായിട്ട് മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. പക്ഷെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. പ്ലസ് നമ്മുടെ ആക്നെ മാറ്റാൻ വേണ്ടിയിട്ട്
സഹായിക്കും. പതുക്കെ പതുക്കെ, ഒറ്റ ദിവസം കൊണ്ടല്ല, പതുക്കെ പതുക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും. ഒരു ആക്നെ കോൺ ഓയിലി സ്കിന്നുകാർക്ക്, ഓയിലി അല്ല ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ഡിപ്പെൻഡ് ചെയ്യാം. കാരണം ഇത് ഡ്രൈ ആക്കുന്ന ടൈപ്പേ അല്ല, ഭയങ്കര മൈൽഡാണ്. നമുക്ക് ഫേസ് വാഷ് ചെയ്താൽ വേറൊരു എക്സ്ട്രാ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ക്ലെൻസ് ചെയ്തിട്ട് കിട്ടുന്ന, ജസ്റ്റ് നമ്മുടെ നോർമൽ സ്കിൻ എങ്ങനെയാണ് അങ്ങനെ ക്ലെൻസ് ചെയ്ത് കിട്ടുന്ന ഒരു എഫക്റ്റ് ആണ്. എന്നാൽ ഭയങ്കര ഡ്രൈ ആക്കത്തില്ല, ഭയങ്കര ഓയിലി ആക്കത്തില്ല. മനസ്സിലായില്ലേ? നോർമൽ കണ്ടീഷനായിരിക്കും നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് ഫേസ് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. നെക്സ്റ്റ് ഇൻസൈറ്റിന്റെ ബ്ലഷ് ആണ്. ഇത് ഈ അടുത്ത കാലത്ത് പറഞ്ഞു കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ്. വാട്ടർമെലൺ പോപ്സിക്കൽ ആണ് ഇതിന്റെ ഷെയ്ഡ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇത് നല്ല ക്രീമിയാണ്, നല്ല പിഗ്മെന്റഡ് ആണ്, സാമാന്യം ലാസ്റ്റ് ചെയ്യും. ഭയങ്കര ലാസ്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ ഇതിന്റെ പുറത്ത് എന്തായാലും പൗഡറൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ അടിപൊളി ഇതിനെക്കാളും വേറെ പ്രോഡക്റ്റ് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായി. ഞാൻ ഈ സെയിം ഷെയ്ഡിന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കും, ഷെയ്ഡ് മാറ്റി വാങ്ങിക്കും. പിന്നെ 2 കൺസിലർ ആണ്, ഒന്ന് ലോറിയലിന്റെ, ഒന്ന് മേക്കപ്പ് റവല്യൂഷന്റെ. അല്ലേ, മേക്കപ്പ് റവല്യൂഷൻ. അപ്പോൾ ഈ കൺസിലർ നല്ല തിക്കാണ്, ഒരു ഇച്ചിരി മതിയാണ്. നമ്മുടെ ഫേസിൽ കുറച്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കുറേ ഭാഗം കവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. നന്നായിട്ട് ഡിപ്പെൻഡഡ് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിന്റെ ആപ്ലിക്കേറ്റർ ഒക്കെ അടിപൊളിയാണ്. ആപ്ലിക്കേറ്റർ നല്ല വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും ഒക്കെ ഈസിയാണ്. ഇത് നമുക്കൊരു കൺസിലറിനുണ്ട് എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. ലോങ് ലാസ്റ്റിംഗ് ആണ്, പിഗ്മെന്റഡ് ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈസിയാണ്, ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്, എല്ലാം കൊണ്ടും തികഞ്ഞൊരു കൺസീലറാണ്. ഓക്കെ, എന്ന് പറഞ്ഞ് 24 മണിക്കൂറൊന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഒരു 9 മണിക്കൂർ 10 മണിക്കൂറിനകത്ത് നമുക്ക് കൺസിഡർ ചെയ്യാം മാക്സിമം. ഓയിലി സ്കിന്നുകാർക്കാണ്, ഡ്രൈ സ്കിന്നുകാർക്ക് അതിനൊക്കെ ലാസ്റ്റ് ചെയ്യും. പിന്നെ മേക്കപ്പ് റവല്യൂഷന്റെ ഈ കൺസിലറാണ്. അപ്പോൾ ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ലല്ലേ, ഇതിന്റെ ഷെയ്ഡ് ലോറിയലിന്റെ ഷെയ്ഡ് കാണാനില്ല, ലിങ്ക് താഴെ കൊടുക്കുമായിരിക്കും. ആംബർ 312 ആംബർ. ഇത് C10 ആണ് മേക്കപ്പ് റവല്യൂഷന്റെ. ഇത് എൻ്റെ ഏകദേശം സ്കിന്നുമായിട്ട് വരുന്ന ഒരു കളറാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതാണ്. എൻ്റെ നോർമൽ സ്കിന്നില്ലേ, നോർമലി നെറ്റിയിലെ സ്കിന്നില്ല, ഈ ഭാഗത്തൊക്കെ സ്കിന്നില്ല, ആ ഒരു കളറാണ് ഇതിനുള്ളത്. ഒരു കൂൾ അണ്ടർടോൺ വരുന്ന കൺസീലറാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. പ്ലസ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, അത് വേറൊരു കാര്യം. നന്നായിട്ട് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൺസീലർ എൻ്റെ കളറായെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഗുണമൊന്നും തോന്നാറില്ല. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. പിന്നെ നമുക്ക് മറ്റേ തൊട്ടൊന്ന് കാണിച്ചില്ല, അതാണെങ്കിൽ ഇച്ചിരി ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. നമ്മളെ കൺസീലർ ഇടുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് അത് ഫീൽ ചെയ്യത്തില്ല. കൺസീലർ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോവുകയാണെന്ന് ഫീൽ ചെയ്യാണ്ട് നന്നായിട്ട് കവറേജ് ഉണ്ട്, ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്, നല്ല കംഫർട്ടബിൾ ആണ്. മെയിൻ ഇത് കംഫർട്ടബിൾ എന്ന പോയിന്റ് കൂടിയാണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ലോറിയലിനേക്കാൾ ഒരു പൊടിക്ക് കവറേജ് കുറവാണ്. ലോറിയലിന്റെ ഭയങ്കര കട്ട കവറേജ് ആണ്, ഇത് ഒത്തിരി മതി നമുക്ക് കുറേ കവർ ചെയ്യാൻ. ഇതങ്ങനെയല്ല, നമുക്ക് ആവശ്യത്തിനുള്ള ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്താലേ കവർ ചെയ്യാൻ കിട്ടത്തുള്ളൂ. പക്ഷെ ഇതിന്റെയും വോണ്ട് ഇത്തിരി കട്ടിയുള്ള ടൈപ്പ് തന്നെയാണ്. പക്ഷെ ഇത് ഇച്ചിരി കൂടെ ലിക്വിഡി ഹൈഡ്രേറ്റിംഗ് ടൈപ്പിലോട്ട് പോയിട്ടുള്ള, ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ഒന്നുമില്ല കേട്ടോ, ഒരു ലിക്വിഡി ടൈപ്പിലോട്ട് പോയിട്ടുള്ളത് കൊണ്ടാണ് ഇത് ഇത്തിരി കുറച്ചുകൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകുന്നതും കുറച്ചധികം പ്രോഡക്റ്റ് വേണ്ടി വരും. മറ്റേ തിക്കാണ്, അതുകൊണ്ട് ഇത്തിരി പ്രോഡക്റ്റ് വേണ്ടിയാവും. നെക്സ്റ്റ് മൈഗ്ലാമിന്റെ ഈ ലിപ്സ്റ്റിക്ക്, ഈ പാക്കറ്റ് വരുന്ന ലിപ്സ്റ്റിക്ക്. ഇത് ഈ പിങ്ക് പാക്കറ്റില്ല, ഈ ഓറഞ്ച് പാക്കറ്റ്. ഈ പിങ്ക് പാക്കറ്റിന് യാതൊരുവിധ കുഴപ്പമില്ല, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ ഡ്രൈയിങ് ആണ്, മനസ്സിലായില്ല. നമുക്ക് ലാസ്റ്റ് അടിപൊളിയായിട്ട് ലാസ്റ്റ് ചെയ്യും, പക്ഷേ ഡ്രൈയിങ് ആണ് ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലിപ്സ് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യലുണ്ട്. എന്നാലും ഒരു പൊടിക്ക് ചായ ഇതിനോട് കൂടുതലാണ്. മീൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം ഇത് ഞാൻ 2-3 വർഷമായിട്ട് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രൈയിങ് ആയതുകൊണ്ട് ഞാൻ ഇതിലോട്ടിനി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതേസമയം ഞാൻ ഇത് വീണ്ടും വീണ്ടും വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ട്. യമ്മിയാണ് 01. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കിന്റെ പേര് ലിക്വിഡ് വെൽവെറ്റ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. തൊട്ടുമുമ്പ് കാണിച്ചത് ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് വെൽവെറ്റ് മാറ്റ് ടെക്സ്ചർ ആണ്, നല്ല സുഖമാണ്. മനസ്സിലായില്ലേ? ഞാൻ കുറേ മനസ്സിലായില്ലേ? കണ്ടോ, നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ക്രീമി പോലെ വന്നിട്ട് ഉള്ളൊരു ടെക്സ്ചറാണ്. നല്ല കംഫർട്ടബിൾ ആണ് ലിപ്പിലിടാനായിട്ട്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പക്ഷെ മറ്റ് മാറ്റ് ലിപ്സ്റ്റിക്കിന്റെ അത്ര ലാസ്റ്റ് ചെയ്യത്തില്ല, ഒരു ലാസ്റ്റിംഗ് പവർ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പക്ഷേ ഒരു ഡ്രൈ ലിപ്പിന് ഇത് അടിപൊളിയാണ്. ഈ ഷെയ്ഡ് എനിക്ക് ഇഷ്ടമുണ്ട്, ഒരു പിങ്ക് ഷെയ്ഡ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ലിപ് ഗ്ലോസിന്റെ സെറ്റ് ആണ്. ഇത് പോപ്പ് എക്സോ മൈഗ്ലാമിൽ വരുന്നതാണ്. 3 ഷെയ്ഡ് കിട്ടും. നമുക്ക് പ്ലെയിൻ കിട്ടുന്നുണ്ട്, ഒരു ബ്രൗൺ കിട്ടുന്നുണ്ട്, പിന്നെ ഒരു കോറൽ ഷെയ്ഡും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോറൽ കംപ്ലീറ്റ്ലി പിങ്കിഷ് കോറൽ ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇതൊരു സെറ്റ് വാങ്ങിയപ്പോൾ നല്ല യൂസ്ഫുൾ ആണ്, കാരണം എല്ലാ ലിപ്സ്റ്റിക്കിന്റെ മണ്ടിൽ ഇടാനായിട്ട് നമുക്ക് പ്ലെയിൻ കിട്ടുന്നുണ്ട്, പിന്നെ നമുക്ക് ബ്രൗൺ കിട്ടുന്നുണ്ട്, ഈ ഷെയ്ഡും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് പ്ലെയിൻ ആയിട്ട് ലിപ് ഗ്ലോസ് മാത്രം ഇടണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം, അല്ലാണ്ട് ഇതും ട്രൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പറഞ്ഞില്ലേ, ഈ ഒരു 450 ഉള്ള പ്രൈസ്, ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 3 ഷെയ്ഡ് ഈസിലി അവൈലബിൾ ആണ്, ക്വാളിറ്റി പ്രൊഡക്റ്റും ആണ്. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായി. ഞാനിത് തീരുമ്പോഴത്തേക്ക് വീണ്ടും ഇതിനെ വാങ്ങിക്കും.
ഇതെന്നെ വാങ്ങിക്കുന്നത് 100% ഉറപ്പില്ല, വാങ്ങിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം വേറെ ഒന്നും കണ്ടിട്ടില്ല ഈ 3 ഷെയ്ഡ് ലിപ് ഗ്ലോസ് ഒന്നിച്ച് കിട്ടുന്നത്. നെക്സ്റ്റ് പ്ലമിന്റെ ഡി ഓൾഡറൈസിങ് വിത്ത് ക്രീമാണ്. ഫീലിംഗ് റോസ് ആണ് ഇതിന്റെ വേരിയന്റ്. അപ്പോൾ ഇത് നമുക്ക് അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഞാൻ ഇതിന്റെ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഒരു ബ്രഷ് അവൈലബിൾ ആണ്. ബ്രഷ് അല്ല, ഒരു സ്പാച്ചുല അവൈലബിൾ ആണ്. സ്പാച്ചുല കിട്ടും. നല്ല സ്ട്രോങ് സ്മെല്ലാണ്. ഭയങ്കര സ്ട്രോങ് അല്ല, ഓക്കെ സ്ട്രോങ് സ്മെല്ലാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മളെ കൈ നന്നായിട്ട് ഹൈജീനിക് ആയിരിക്കണം. നമുക്ക് എന്നിട്ട് സ്പാച്ചുല വെച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ഒരു ഇത്ര എമൗണ്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ സ്പാച്ചുല വെച്ച് എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് മസാജ് ചെയ്തിട്ട് ഡാമിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഈ സ്മെല്ല് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഒരു 7-8 മണിക്കൂർ നമ്മുടെ അണ്ടർ ആംസിൻ്റെ ഒറിജിനൽ സ്മെല്ല്, നമ്മുടെ സ്വയം സ്മെല്ല് അതങ്ങ് മാറ്റി, മീൻസ് നമ്മുടെ സ്വെറ്റിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ സ്മെല്ല് വെച്ച് തന്നെ ഒരു 7-8 മണിക്കൂർ കവർ ചെയ്യും. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന കണ്ടീഷനിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയാണ്. പിന്നെ ഈ ബ്ലൂ ഹെവൻ്റെ 2 കാജൽ, ഞാൻ ഈ ബ്ലൂവും ഗ്രീനും പല ബ്രാൻഡിൻ്റെ, ഒരുപാടൊന്നുമില്ല, ഈ 2-3 ബ്രാൻഡിൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നിനും എനിക്ക് പിഗ്മെന്റേഷൻ വാട്ടർ ലൈനിൽ എഴുതാനായിട്ട് കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ ഐലൈറ്റിൽ എഴുതാൻ കിട്ടും, ലോവർ ലാഷ് ലൈനിൻ്റെ അവിടെയൊക്കെ എഴുതാൻ കിട്ടും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ വാട്ടർ ലൈനിൽ എഴുതുമ്പോഴത്തേക്ക് ആ പിഗ്മെന്റേഷൻ അപ്രത്യക്ഷമാവും, അല്ലെങ്കിൽ ഔട്ട് ലാസ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ എന്ത് ഇഷ്യൂ ആണ്. എന്ത് ഇഷ്യൂ എന്ന് വെച്ചാൽ ഇച്ചിരി ഡ്രൈയിങ് ആയിരിക്കും. അപ്പം അതിന് വരച്ചെടുക്കാനുള്ള ഒരു ഇതൊന്നും വരച്ചെടുക്കുമ്പോഴത്തേക്കും ആ ഒരു പിഗ്മെന്റേഷൻ നന്നായിട്ട് വരത്തില്ല. പക്ഷേ ഈ 2 സാധനങ്ങളും, ഈ ബ്രാൻഡില്ല, ഈ 2 സാധനങ്ങളും അടിപൊളിയായിട്ട് നല്ല പിഗ്മെന്റേഷനാണ്. വാട്ടർ ലൈനിലൊക്കെ എഴുതുമ്പോൾ നല്ല പിഗ്മെന്റേഷനാണ്. സമയം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായിട്ടുണ്ട്. നെക്സ്റ്റ് ന്യൂട്രജനയുടെ ഈ ലിപ് ബാമാണ്. ഈ ലിപ് ബാം അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ഉള്ളവർക്ക്. ഞാൻ പ്രത്യേകിച്ച് എന്നും രാത്രി, മിക്കവാറും എന്നല്ല, രാത്രി ചിലപ്പോൾ മടി പിടിച്ചിട്ട് ഇടാതിരിക്കുന്ന സ്റ്റേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്ന് പറയില്ല, ഏകദേശം ദിവസങ്ങളിൽ ഞാനിത് യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇത് കുറേ പ്രോഡക്റ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? ഞാനിത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് കുറേ ഉണ്ട്. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമാണ്. നല്ല ക്ലിയർ ആണ്, പ്ലെയിൻ ആണ്, കളറൊന്നുമില്ല, ഭയങ്കര സ്ട്രോങ് സ്മെല്ലൊന്നുമില്ല. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് വെച്ചിരിക്കും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ലിപ്സ്. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എന്നും പല ലിപ് ബാം യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു അടിപൊളിയായിട്ടിരിക്കുന്ന എഫക്റ്റ് ഇല്ല. ലിപ്പ് കുറച്ചെങ്കിലും ഡ്രൈ ആയിട്ടുണ്ടാവും. പക്ഷേ ഇത് യൂസ് ചെയ്താൽ ഒട്ടും ഡ്രൈ ആക്കില്ല, അടിപൊളിയായിട്ടിരിക്കും പിറ്റേ ദിവസം എണീക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് പർച്ചേസ് ചെയ്യും. നെക്സ്റ്റ് ഈ പ്രോഡക്റ്റാണ്. ഞാനിത് ഇന്ന് വരെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല എന്ന് തോന്നുന്നത്, ഹോൾ വീഡിയോയിൽ പോലും കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ ഇത് നാറ്റ് ഹാബിറ്റ് ഫ്രഷ് കണ്ടീഷനിങ് മേത്തി ജെൽ റോസ്മേരി എന്നാണ് ഉള്ളത്. മേത്തി റോസ്മേരി സ്റ്റാക്ക്. അപ്പം ഞാനിത് റോസ്മേരിയുടെ വാട്ടർ വാങ്ങിച്ചായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസിൽ റോസ്മേരി സ്റ്റാക്ക്, മേത്തി, ആപ്പിൾ സൈഡർ വിനേഗർ, മുള്ളേത്തി, ചിക്കക്കായ്, ട്യൂബ്രോസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 474 രൂപയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് 2 മാസം മാത്രമേ ഇതിന് ഇതുള്ളൂ. എന്തോന്ന് 2 മാസം മാത്രമേ ഇത് ഇരിക്കത്തുള്ളൂ. പ്രിവെൻസ് ബ്രേക്കേജ് ആൻഡ് സൺ ഡാമേജ്, പ്രിവെൻസ് ഹെയർ ഡ്രൈനസ്, എക്സിമ, ഇങ്ങനെ എക്സിമ ഇതൊക്കെ വെച്ച് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത് കുറേ നമ്മുടെ സ്കിന്നല്ല ഹെയർ പ്രശ്നം നല്ലതാണ് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കിത് യൂസ് ചെയ്ത് തോന്നിയ കാര്യം, ഞാനൊരു കാര്യം പറഞ്ഞു എൻ്റെ 2 മാസത്തിനകത്ത് മാത്രമേ ഇത് യൂസ് ചെയ്യണം എന്നുള്ളത്. എക്സ്പയറി ഡേറ്റ് വളരെ കുറവാണ്. കാരണം ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയത് കൊണ്ടാകാം. പക്ഷേ ഫുൾ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടില്ല. കീ ഇൻഗ്രീഡിയൻസ് ഫുൾ ഇൻഗ്രീഡിയൻസ് എഴുതി, പവർ ഇൻഗ്രീഡിയൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഫുൾ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റത്തില്ല ഇതിനകത്ത് കെമിക്കൽ ഉണ്ടോ ഇല്ലെന്ന്. പക്ഷേ ഇതിൻ്റെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. അതുകൊണ്ട് കെമിക്കൽസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. വീണ്ടും വാങ്ങിക്കാനുള്ള സാധ്യതയും കാരണം എന്തെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് കുറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. റോസ്മേരി ഉപയോഗിച്ചിട്ട് പുതിയ ഹെയർ വരുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പുതിയ ഹെയർ ഇന്ന് വരെ വന്നായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നന്നായിട്ട് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടെന്ന് പറയുമ്പോൾ നല്ലപോലെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. ഇത് വീണ്ടും മക്കളുടെ ചാൻസ് വളരെ കൂടുതലാണ്. ഹെയർ ഫോൾ ഭയങ്കരമായിട്ടുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം. പുതിയ ഹെയർ വരും എന്നുള്ളവരെ എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഒരു 15 ദിവസമൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളൂ, അതിന് മുമ്പ് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനി വളർന്നു വരുന്നുള്ള കാര്യം അറിയത്തില്ല. അങ്ങനെ വളർന്നു വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അറിയിച്ചിട്ടുണ്ടാകും കേട്ടോ. 2023 എൻ്റെ ബെസ്റ്റ് പ്രോഡക്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ട്. മീൻസ് ഞാൻ ഇനിയും വാങ്ങിക്കുമെന്നുള്ള പ്രോഡക്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഴ്സ്റ്റ് പ്രൊഡക്റ്റ് ആണ്. വേഴ്സ്റ്റ് പ്രൊഡക്റ്റ് പറയുന്നതിന് മുമ്പായിട്ട് ആ പ്രോഡക്റ്റ് ഒന്നും എനിക്ക് വർക്കൗട്ട് ആയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ആകാം. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2 പാർട്ടായിട്ടായിരുന്നു പലപ്പോഴും ഇടാറ്. ഞാൻ ഇപ്പോൾ അത് ഒന്നിച്ചിടും. കാരണം ഇനിയിപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ 30ആണ്, പിന്നെ 31 കൂടെ ഉള്ളു ഈ വർഷം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഓരോന്നായിട്ട് നോക്കാം. ഞാനിത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഓർത്ത് ഏതൊക്കെ വാങ്ങിക്കും, ഇനി ഏതൊക്കെ വാങ്ങിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച്
എഴുതി വെച്ചിട്ട് ഞാൻ പ്രോഡക്റ്റ് എടുത്തത്, അപ്പം മിസ്സാകത്തില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഗുഡ് ബൈറ്റ്സിൻ്റെ ഈ ബോഡി ലോഷനാണ്. ഈ ബോഡി ലോഷനെ പറ്റി ഞാൻ ഓൾറെഡി കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്യത്തിൽ റിവ്യൂ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്മെൽ ഇച്ചിരി സ്ട്രോങ് ആണ്, പക്ഷേ അതൊക്കെ ഞാൻ പിന്നീട് സഹിക്കും. ഇതിൻ്റെ മെയിൻ പ്രശ്നം ഇതിന് പ്രോഡക്റ്റ് വരാനുള്ള എന്താ നെക്കിയാലും വരില്ല, കൊന്നാലും വരില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെയൊക്കെ ആക്കി കുറേ കഴിയുമ്പോഴാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് വരാനുള്ള സമയം നമുക്ക് വേസ്റ്റാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങി നിന്നിട്ട് പ്രോഡക്റ്റ് വെച്ച് ഇങ്ങനെ ഇടിച്ചിടിച്ച് കളിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത് എന്തായാലും വീണ്ടും വാങ്ങിയിട്ടില്ല. അപ്പോൾ മമ്മിയാണ് യൂസ് ചെയ്യുന്നത്. അമ്മയ്ക്ക് ക്ഷമയൊക്കെ ഉള്ളതുകൊണ്ട് ഞെക്കിയെടുത്ത് യൂസ് ചെയ്യും. എനിക്ക് അത്ര ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. സൺസിൽക്കിൻ്റെ ഒരു ഷാമ്പു ആണ്. ഞാൻ സൺസിൽക്കിൻ്റെ പല ഷാമ്പുവും കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കിത് മാത്രം ഇഷ്ടമായില്ല. അപ്പോൾ ഇത് ഈ അടുത്തിറങ്ങിയതാണ്, ന്യൂ എഴുതിയിരിക്കുന്നതിൻ്റെ മണ്ടയിൽ. സൺസിൽക്കിൻ്റെ ഒനിയൻ ആൻഡ് ജുജുബ ഓയിൽ ഹെയർ ഫോർ സ്ട്രോങ് ആൻഡ് ലോങ് ഹെയർ ഷാമ്പു ആണ്. ഇത് ഹെയർ ഫോൾ പ്രിവെൻറ്റ് ചെയ്തില്ല, ഹെയർ ലോങ് ആകാൻ വേണ്ടി പ്രത്യേകിച്ച് സഹായിച്ചില്ല. നോർമലി ലോങ് ആകുന്ന പോലെ ലോങ് ആയിട്ടുള്ള എൻ്റെ ഹെയർ സ്ട്രോങ് ആയിട്ടില്ല. ഇതൊക്കെ പോട്ടെ, ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുന്ന ഷാമ്പു ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമല്ല, ഞാൻ എന്തായാലും വാങ്ങിക്കത്തില്ല. നെക്സ്റ്റ് ഈ ഷാമ്പുവിനെ കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞില്ല, പക്ഷേ നല്ലോണം എനിക്ക് പറയാനുണ്ട്. ഇത് പ്ലമ്മിൻ്റെ കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ്സ് സ്ട്രെങ്ത് ആൻഡ് ഷൈൻ ഷാമ്പു, നരിഷസ് ആൻഡ് എൻഹാൻസസ് ഷൈൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എൻഹാൻസസ് ഷൈൻ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എൻ്റെ പ്രശ്നം എന്താണെന്ന്. അപ്പോൾ ഞാനിത് മൈൽഡ് ഷാമ്പു, ഡെയിലി യൂസ് ഷാമ്പു അങ്ങനെയൊക്കെ അടിച്ചു നോക്കിയപ്പോഴത്തേക്കും കിട്ടിയ ഫസ്റ്റ് വന്ന പ്രോഡക്റ്റ് ഇതാണ്. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ പിറകിൽ മുടിയൊന്നും കാണത്തില്ല. ഈ മുടിയൊക്കെ പറന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ബുമ്മിരിക്കും. മറ്റേ സട കൊടുന്ന് എന്നിട്ട് സിംഹം അതുപോലെ ഇരിക്കും. ബ്രൗൺ കളറൊക്കെ അടിച്ച് വേണമെങ്കിൽ സുഖമായിട്ടില്ലെങ്കിൽ സിംഹമായിട്ടുള്ള മേക്ക് ഓവറൊക്കെ ചെയ്യാം. അത്രയ്ക്ക് ഡ്രൈ ആക്കി പറക്കുന്നില്ല, ഭയങ്കര ഒരു വോളിന്ന് ഇടിച്ചു വന്ന് പറന്ന് നിൽക്കത്തില്ല, ആ ഒരു എഫക്റ്റാണ്. ഓൾനെസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് അത് മെലയ്ക്ക് കിടക്കേണ്ടി, അത് ഇടിച്ചു വന്നിങ്ങനെ നിൽക്കുമ്പോഴത്തെ ഒരു എഫക്റ്റാണ്. പക്ഷെ ഇതിൻ്റെ പറഞ്ഞിട്ടുള്ളത് സ്ട്രെങ്ത് ചെയ്തിട്ടില്ല. ഇടിച്ചു വന്നിരിക്കുന്ന സ്ട്രെങ്നെസ്സിൻ്റെ എഫക്റ്റ് ഉണ്ടെന്നില്ല കേട്ടോ. അല്ലാണ്ട് മുടി അങ്ങനെ മീൻസ് ഒരു ഒതുങ്ങിപ്പോയി, എല്ലാം കൂടെ പിടിച്ചൊരു മീൻസ് ഒരു സട എന്ന് പറയുമ്പോൾ മനസ്സിലാകാൻ അറിയത്തില്ല, എല്ലാം കൂടെ ഇങ്ങനെ കൂടി വരും. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ബാക്കി കിട്ടി. പിന്നെന്താ ഷൈനിങ് എന്നൊരു സാധനം അടുത്തോടെ പോയിട്ടില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്ന് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഷൈൻ കിട്ടാൻ വേണ്ടി ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ഏതിൻ്റെ പേര് മറന്നുപോയല്ലോ, ഏതോ ഒരു മറ്റേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, ഹെയർ സെറൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ടും ഭയങ്കര ഷൈനിങ് ഒന്നുമില്ല. പിന്നെ നോർമൽ ഹെയർ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഡ്രൈയോ അങ്ങനത്തെ ഹെയർ ഒന്നുമില്ല. എന്നിട്ടും ഇത് എനിക്കിഷ്ടമായില്ല. പിന്നെ എൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയുന്നത് നരിഷസ് എൻഹാൻസ് ഷൈൻ നമുക്ക് എടുത്ത് പിന്നെയും പറഞ്ഞിട്ടും ഇതിൻ്റെ അകത്തൊന്നും ഓരോ അല്പം പോലും ഷൈൻ കിട്ടില്ല എന്ന് മാത്രമല്ല ഹൈഡ്രേറ്റിംഗ് ഒന്നുമില്ല. മനസ്സിലായില്ലേ, നമ്മുടെ ഹെയറിനെ നല്ല ടെക്സ്ചറിൽ നിർത്തുന്നില്ല. അത് തന്നെ മെയിൻ കാരണം. ഇതെന്താ വലിയ ബോട്ടിൽ വാങ്ങിച്ചു വലിയ കാര്യമായിട്ട് എന്തായാലും ഞാനിത് പർച്ചേസ് ചെയ്യത്തില്ല, കാരണം എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് ഷൈനും തന്നില്ല, സ്ട്രെങ്ത് തന്നില്ല, ഒന്നും തന്നിട്ടില്ല. നരിഷ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യുക, അത്ര തന്നെ. ജസ്റ്റ് നമ്മുടെ മുടി അതിന് ബൂമിനാക്കി തരും. ഈ ഷാമ്പു യൂസ് ചെയ്തത് ഈ മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് തോന്നി. മീൻസ് ഈ സട കൂടെ നടക്കുന്ന സിംഹമില്ലേ, സട കൂടെ എഴുന്നേറ്റ് സിംഹമില്ല, ആ എഫക്റ്റ്. ബാക്കി ഇപ്പോൾ ഡ്രൈ ആയി ഇങ്ങനെ ഫുള്ളോടെ ഇങ്ങനെ ചകരി പോലെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കിഷ്ടമില്ല. ഓക്കെ, നെക്സ്റ്റ് ബ്ലൂ ഹാവിൻ്റെ മേക്കപ്പ് ഫിക്സർ ആണ്. ഇത് ഞാൻ ഓൾറെഡി ഈ അടുത്ത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഇത് ലോങ് ലാസ്റ്റിംഗ് ആക്കാനോ ഒന്നിനും സഹായിക്കുന്നില്ല, ജസ്റ്റ് ഒരു വെള്ളം അത്ര. അതായത് വേറെ പ്രത്യേകതയൊന്നുമില്ല ഇതിന്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ സ്മെല്ലും എന്തോ പ്രശ്നമുണ്ട്, സ്മെല്ലൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഓക്കെ, ഇൻസ്പയറിൻ്റെ ലിപ് ക്രയോൺ ഈ അടുത്ത് ഞാൻ പറഞ്ഞു പോയ പ്രൊഡക്റ്റാണ്. കുറച്ച് നാൾ മുമ്പുള്ള വീഡിയോയിൽ ഒരു 5 വീഡിയോയ്ക്ക് മുമ്പായിരിക്കും മറ്റേ നൈക്കെ ഏറ്റവും വില വന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഇല്ലേ, ആ വീഡിയോയിൽ. ഇതൊരു ലിപ് ക്രയോണിൻ്റെ സ്മെല്ലല്ല, ഇവിടെ പെൻസിൽ ക്രയോൺ അല്ലെങ്കിൽ വെറും ക്രയോണിൻ്റെ ഒക്കെ സ്മെല്ലാണ്. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായില്ല. പിഗ്മെൻറ്റേഷൻ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഇതൊരു ലിപ്പിൽ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണെന്ന് തോന്നുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമായില്ല. ഇതും നൈക്കയുടെ വില പറഞ്ഞ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ് ലിപ്പിൽ കാണിച്ചാണ്. ഈ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫൗണ്ടേഷനാണ്, വേറെ യൂസ് ഒന്നുമില്ല. നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ എന്തിനു യൂസ് ചെയ്യും, നമ്മുടെ പിഗ്മെൻറ്റേഷൻ കവർ ചെയ്തിട്ട് ഈവൻ സ്കിൻ ടോൺ കിട്ടാനാണ് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യത്തില്ല, ഈവൻ സ്കിൻ ടോൺ വരത്തില്ല. എന്നാൽ ഈ ഇട്ട സാധനം ഒന്ന് അല്പം ലാസ്റ്റ് ചെയ്തിരിക്കും, അതില്ല. നമ്മുടെ സ്കിൻ ടൈക്ക് ആയിട്ടെങ്കിലും ഇരിക്കും, അതില്ല. കേക്ക് ആക്കി തരും. അതുകൊണ്ട് എനിക്ക് പ്രോഡക്റ്റ് തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ ഇതിൽ പമ്പില്ല, വേണമെങ്കിൽ പറയാതും കൂടെ. പക്ഷേ ഇതിൻ്റെ വില കുറഞ്ഞ പ്രോഡക്റ്റ് ഞാൻ പമ്പില്ല എന്ന് പറയുന്നത് മോശം. പക്ഷേ പ്രോഡക്റ്റ്
ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ പ്രോഡക്റ്റിനെ നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ ഇപ്പം മേക്കപ്പ് ലുക്കിൽ നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ റെഗുലർ ലൈഫിൽ ഇതിനൊരു യൂസും ഇല്ല. ഞാൻ ഏതെങ്കിലും മേക്കപ്പ് ലുക്കിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി കൺസീലറൊക്കെ യൂസ് ചെയ്തിട്ട് ബേസ് അടിപൊളി സ്ട്രോങ് ആയിട്ട് ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് ചുമ്മാ ഞാൻ ഏതെങ്കിലും ലൈറ്റ് വെയിറ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറുണ്ട്. ആ ഒരു പർപ്പസിന് ചിലപ്പോൾ യൂസ് ചെയ്യുന്നതായിരിക്കും. അന്ന് നിങ്ങൾ വിചാരിക്കരുത് കുറ്റം പറഞ്ഞിട്ട് വീണ്ടും എന്തിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവത്തില്ല, അതാണ് ഞാൻ പറയുന്നത്. മീൻസ് റെഗുലർ ലൈഫിൽ നമുക്കൊരു ഫംഗ്ഷന് പോകാനോ ഒന്നും നമുക്കിത് യൂസ്ഫുൾ ആവത്തില്ല. മനസ്സിലായില്ലേ? ഒരു സ്ട്രോങ് ബേസിന്റെ പുറത്ത് നമുക്ക് വെറുതെ ഒരു ഫൗണ്ടേഷൻ ഇടുക എന്നൊരു പർപ്പസിന് നമുക്കിത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. എനിക്ക് പ്രോഡക്റ്റ് തീർക്കണമല്ലോ, വാങ്ങിച്ചു പോയില്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ സ്ട്രോങ് ബേസ് കൊടുത്തിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യുന്നു കേട്ടോ. അത് വിശ്വസിച്ച് അത് കണ്ടിട്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിൽക്കണ്ട. പിന്നെ 2 മസ്കാരയാണ്, ഒന്ന് ബ്ലൂ ഹെവന്റെ, ഒന്ന് സ്വിസ് ബ്യൂട്ടിയുടെ. ബ്ലൂ ഹെവന്റെ പ്രൈസ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെയും കളയുന്നുണ്ട്. ഇത് നമ്മുടെ മസ്കാര എന്ന പർപ്പസ് നമ്മുടെ ലാഷിനെ ഒന്ന് വലുതാക്കി തരിക, അല്ലെങ്കിൽ ഒന്ന് വോളിനെസ് ആക്കി തരിക, എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അങ്ങനെ ഒന്നും കൊള്ളത്തില്ല. ഇതൊരു കോട്ടിങ് തരിക എന്നൊരു പർപ്പസ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇത് പക്ഷെ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിലോട്ടാവും. ഒട്ടും നല്ല കൺസിസ്റ്റൻസി അല്ല, ഡ്രൈ ആയി വാട്ടർ പ്രൂഫ്, അറ്റ്ലീസ്റ്റ് സ്വെറ്റ് പ്രൂഫ് ആയിട്ടെങ്കിലും ഇരിക്കത്തില്ല. മനസ്സിലായില്ലേ? സ്വെറ്റ് പ്രൂഫ് ഒന്നും പറയാൻ പറ്റില്ല, അപ്പുറത്ത് പെട്ടെന്ന് ട്രാൻസ്ഫർ ആകും. നമ്മുടെ ലിഡിൽ അപ്ലൈ ലാഷിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കണ്ണൊന്ന് ചുമ എന്തെങ്കിലുമൊക്കെ ചെയ്തപ്പോൾ തന്നെ മീൻസ് നമ്മുടെ നോർമൽ ഒരു ബ്ലിങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിലോട്ടൊക്കെ ആയതുകൊണ്ട് ഇത് ഒന്നിനും കൊള്ളത്തില്ല. പക്ഷെ ഇത് പ്രൈസ് കുറവാണ്. പിന്നെ ഈ ആള് പ്രൈസ് ആവശ്യത്തിനൊക്കെ ഉണ്ട്, തീരെ കുറവൊന്നുമില്ല. ഇത് ലിഫ്റ്റ് ആൻഡ് കേൾ വോളിയം ലാഷ് 4D മസ്കാര എന്ന് എഴുതിയിട്ടുള്ള സാധനമാണ്. ലിഫ്റ്റ് ചെയ്യത്തില്ല, കേൾ ചെയ്യത്തില്ല, വോളും തരത്തില്ല, 4D ഒന്നുമില്ല. വേണമെങ്കിൽ 5D 4D ഒക്കെ നമുക്ക് എഴുതി വെക്കത്തില്ല. അല്ലാണ്ട് ഇതുകൊണ്ട് യാതൊരു യൂസും ഇല്ല എന്നുള്ളൊരു മസ്കാരയാണ്. പ്രൈസ് വേസ്റ്റ് ആണ്. ഇതെനിക്ക് ഒരു എഫക്റ്റും തോന്നിയില്ല. ജസ്റ്റ് ഒരു കോട്ടിങ് തരും നമ്മുടെ ലാഷിൽ അത്ര തന്നെ, വേറെ എഫക്റ്റ് ഒന്നുമില്ല. ഈ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന കോട്ടൺ ഇല്ലേ, കോട്ടൺ പാഡ്സ്, ഇത് ഭയങ്കര ദുരന്തമാണ്. മിനിസോലയാണ്, ഞാൻ ഓൾറെഡി കവറിൽ കിട്ടുന്ന വാങ്ങിക്കുന്നുണ്ട്. അത് ഞാൻ അടിപൊളി എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് ഞാൻ ഇത് വാങ്ങിച്ചാൽ ഇതിന് എണ്ണം കൂടുതലുണ്ട്. എണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഗുണവും കുറഞ്ഞു. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഭയങ്കര തിന്നാണ്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര തിന്നാണ്. ഇത് കോട്ടണിലുള്ള സാധനമല്ല, ഇതൊരു തുണി പോലെ തോന്നുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് മുഴുവൻ ബലം ഉപയോഗിച്ചപ്പോഴാണ് വന്നത്. ഇതൊരു നമ്മുടെ ലൈനിങ്ങിനൊക്കെ ചിലപ്പോൾ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ത്രെഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ കൊടുക്കുന്ന ഒരു കട്ടിയുള്ള ഒരു തുണി പോലത്തെ ഒരു കോട്ടൻ്റെ പോലത്തെ ഒരു സാധനം ഇല്ലേ, അതുപോലൊക്കെ വരും. നമ്മളിത് ഫേസിലിട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല, സോഫ്റ്റ് അല്ല, ഇച്ചിരി റഫായിട്ടൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമില്ല. ഇനി ഇത്ര ഇരിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ വെച്ചാൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒറ്റ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഇറിറ്റേഷനാണ്. നമ്മൾ മിസ്ലർ വാട്ടർ ഒഴിച്ചെന്ന് വെച്ചോ, ഇവിടെ ഒക്കെ കുറേ വരും, തുള്ളിയായിട്ട് തറയിൽ വരും. അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതൊരു നല്ലപോലെ മേക്കപ്പ് വലിച്ചെടുക്കാൻ വേണ്ടി ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. അത് ഞാനൊരു 3-4 എണ്ണമൊക്കെ ഒന്നിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യും. പൈസ ലാഭിച്ചു, പക്ഷേ പ്രോഡക്റ്റിൻ്റെ വില ക്വാളിറ്റി കുറഞ്ഞു. ഇതിൻ്റെ ഈ മിനിസോയുടെ മറ്റേ വലിയ ഒരു കവറിൽ കിട്ടുന്ന സാധനം അടിപൊളിയാണ്. ഒരു 8 എണ്ണം വെച്ച് നമുക്ക് നന്നായിട്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇത് കൊള്ളത്തില്ല. നെക്സ്റ്റ് ഒരു പ്രൈമറാണ്. ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇൻസൈഡിന്റെ പ്രൈമറാണ്. ഇത് ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്ക്. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ലൈറ്റ് ആണ്, ഹൈഡ്രേറ്റ് ആണ്, ബ്ലർ ആണെന്നുള്ള കൺസിഡർ ചെയ്യാം. പക്ഷെ ലൈറ്റ് അല്ല തീരെയും. ഒരു തിക് മോയിസ്ചറൈസറിന്റെ ഒക്കെ ഏകദേശം വരുന്ന ഒരു ടെക്സ്ചറും കൺസിസ്റ്റൻസി ഒക്കെയാണ് വരുന്നത്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായില്ല. ഡ്രൈ സ്കിന്നുകാർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഐഗ്ലാമിന്റെ ഈ ഐ ഷാഡോ എനിക്ക് തീരെ ഇഷ്ടമായില്ല. അതിന്റെ വലിപ്പം കാണണം. ഇതാണ് ഐ ഷാഡോ. ഇതിൻ്റെ അകത്തുള്ള വലിപ്പം നോക്കിയാൽ നിങ്ങൾ, ഇതിൽ ബ്രഷ് ഇട്ട് നമുക്ക് പ്രോഡക്റ്റ് എടുക്കാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്യത്തില്ലേ ഐ ഷാഡോ ഫിൽ ചെയ്യാൻ മീൻസ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ബ്രഷ് നമ്മൾ ഇതിൽ മുക്കിയെടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം തീരെ ചെറുതാണ്. നമുക്ക് എൻ്റെ ഈ വിരലിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. വീതിയൊക്കെ കൺസിഡർ ചെയ്ത് നോക്കിയൊക്കെ ഇതിനകത്ത് നമ്മൾ കുഞ്ഞു ബ്രഷൊക്കെ കുഴപ്പമില്ല, ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം അപ്പുറത്ത് പ്രോഡക്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് തീരെ പ്രൈസ് കുറവൊന്നുമല്ല, 449 രൂപയാണ്. അതിന് ഈ ഇത്രയും പ്രോഡക്റ്റ് കുറ്റം പറയണ്ട പോകട്ടെ. പക്ഷെ നമുക്ക് ഈ ബോക്സ് ഒന്ന് വലുതാക്കാമല്ലോ. അവർക്ക് ഈ ബോക്സ് ഒന്ന് വലുതാക്കി തന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പം പ്രോഡക്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്, ബോക്സ് ചെറുതായത് നമുക്ക് പ്രോഡക്റ്റ് പിക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ഐഷാഡോ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അടുത്തതിലാകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഇതെന്തും പ്രോഡക്റ്റ് കാണിക്കാനുള്ള ലാസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്, ഒരു അലോവേര ജെല്ല്. അപ്പോൾ ബോറോ പ്ലസിന്റെ ഓർഗാനിക് അലോവേര ജെൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഓർഗാനിക് അലോവേര ജെല്ലിന്റെ സ്മെല്ല് അടിക്കുമ്പോഴത്തേക്കും വേറെ ഓർഗാനിക് എന്ന് തോന്നിപ്പോൾ. സൂത്തിങ്, മോയ്സ്ചറൈസിങ്, നറിഷിങ്, വിറ്റാമിൻ ഇ ഉണ്ട്, പാരബൻ ആൻഡ് സൾഫേറ്റ് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. ഫേസ്, ബോഡി, ഹെയറിലൊക്കെ യൂസ് ചെയ്യാൻ, നോൺ സ്റ്റിക്കാണ്, എല്ലാം ഓക്കെയാണ്. 100 രൂപയുള്ളൂ, വില കുറവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത കെമിക്കൽസ് ഒന്നുമില്ല.
സർവ്വവിധ കെമിക്കൽസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്മെല്ല് ഭയങ്കര ഒരു സ്ട്രോങ് കെമിക്കൽ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഞാനിത് യൂസ് ചെയ്യുന്നത് ഷേവ് ചെയ്യുന്നതിന് മുമ്പിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ലെഗിലും ഒക്കെ ഞാൻ ഷേവ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യല്. അല്ലാണ്ട് ഇത് ഫേസിലിടാനുള്ള ഗട്സ് ഒന്നും എനിക്കില്ല. കാരണം അത്ര സ്ട്രോങ് സ്മെല്ലാണ്. ഭയങ്കര സ്ട്രോങ് എന്ന് ഞാൻ പറയത്തില്ല. ഇത് അലോവേര ജെൽ ഇത്ര സ്മെല്ല് ആവശ്യമില്ല. അങ്ങനെ ഒരു സ്ട്രോങ് സ്മെല്ലാണ്. എനിക്ക് ഇഷ്ടമാകുന്നില്ല മുക്കിമതി വരുന്നു. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാവാത്ത ടൈപ്പ് ഒരു സ്ട്രോങ് സ്മെല്ലാണ്. ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോഴത്തേക്കും സർവ്വവിധ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രോഡക്റ്റ് തീരെ ഇഷ്ടമായിട്ടില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ യൂസ് ഒന്നുമില്ല എനിക്ക് വെച്ച്. അപ്പോൾ 2023 ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് പ്രോഡക്റ്റ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ അന്വേഷിച്ചത്. ബി ഹാപ്പി. ബൈ. ഹാപ്പി ന്യൂ ഇയർ.